ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാറുകൾ പൊതുവെ സിനിമയിൽ നന്മ മരങ്ങളായ നായകന്മാരെയാണ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ അവർ ഗ്രേ ഷെയ്ഡുള്ള അല്പം വില്ലത്തരമെല്ലാമുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാറുണ്ട്. അപൂർവമായും ചിലപ്പോൾ അവർ പൂർണ്ണമായും വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുമുണ്ട്. നന്മ മരങ്ങളല്ലാത്ത നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തങ്ങളുടെ ഇമേജിനെ ബാധിക്കുമോ എന്ന വലിയൊരു ഭയം നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്കുണ്ട്. എന്നാൽ ഹോളിവുഡിൽ അവിടെയുള്ള പ്രശസ്തരായ പല താരങ്ങളും ഗ്രേ ഷെയ്ഡുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോക്കിൻ ഫീനിക്സ് എന്നത് അവിടുത്തെ ഒരു സീരിയസ് ആക്ടറാണ്. എന്നാൽ ജോക്കർ എന്ന സിനിമയിൽ അദ്ദേഹം ഇരുണ്ട വേദനയുണ്ടാക്കുന്ന മാനസിക തകർച്ച നേരിടുന്ന ഒരു ട്രാജിക് ആന്റി ഹീറോയെയാണ് അവതരിപ്പിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ആ വർഷം ഓസ്കാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഡാർക്ക് നൈറ്റിലെ ജോക്കർ എന്ന വില്ലനായി അവതരിപ്പിച്ച ഹീത്ത് ലെഡ്ജർ അതുവരെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. എന്നാൽ ജോക്കറിലെ വില്ലനായതോടുകൂടി ആരാധകർക്ക് അദ്ദേഹത്തെ ഒരു വ്യത്യസ്ത കലാകാരനായി പുനർനിർവചിക്കേണ്ടി വന്നു. ഇന്ന് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് ആ കഥാപാത്രത്തിന്റെ പേരിലാണ്. അതുപോലെ മിഷൻ ഇമ്പോസിബിൾ ഹീറോ ആയ ടോം ക്രൂയിസ് 2004 പുറത്തിറങ്ങിയ കൊളാറ്ററൽ എന്ന സിനിമയിലെ തണുത്ത മനസ്സുള്ള കില്ലറായുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. ഇങ്ങനെ ഈ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട് ഹോളിവുഡിൽ. ലിയനാർഡോ ഡി കാപ്രിയോയുടെ ജാങ്കോ അൺചെയിൻഡിലെ ക്രൂരനായ അടിമക്കച്ചവടക്കാരൻ, ഡെൻസൽ വാഷിംഗ്ടണിന്റെ ട്രെയിനിങ് ഡേയിലെ അഴിമതി നിറഞ്ഞ നാർക്കോട്ടിക് ഓഫീസർ, ആഞ്ചലീന ഷോലിയുടെ മേൽഫിഷ്യന്റിലെ ക്രൂരയായ വില്ലത്തി. ഇങ്ങനെ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഹിറ്റാക്കിയ ഒരു വൻ നിര തന്നെയുണ്ട് ഹോളിവുഡ് സൂപ്പർ സ്റ്റാറുകളിൽ. എന്നാൽ ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ കഥ കുറച്ച് വ്യത്യസ്തമാണെങ്കിലും അപൂർവമല്ല. ഷോലയുടെ റീമേക്കിൽ ഗബ്ബർ സിംഗായി അഭിനയിച്ച അമിതാഭ് ബച്ചനും ചുവപ്പ് റോജാക്കളിൽ സൈക്കോപാത്തായി വന്ന കമലഹാസനും വില്ലൻ കഥാപാത്രങ്ങളെ അപൂർവമെങ്കിലും അവതരിപ്പിച്ച് വിജയിപ്പിച്ച ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളാണ്. മലയാളത്തിലാകട്ടെ മോഹൻലാൽ തുടക്കകാലത്തിൽ തന്നെ വില്ലൻ തന്നെയായിരുന്നു. പിന്നീട് നായകനായപ്പോൾ ഉയരങ്ങളിൽ എന്ന സിനിമയിലെ ക്രൂരനായ നായകനായും മോഹൻലാൽ തിളങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടിയും ഭൂരിപക്ഷം സിനിമകളിലും നന്മ നിറഞ്ഞ നായകനായിരുന്നെങ്കിലും അപൂർവം ചില സിനിമകളിൽ അദ്ദേഹം ഗ്രേ ഷെയ്ഡുള്ള നായകനായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ പടയോട്ടം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രമായ കമ്മാരൻ ഒരു ക്രൂരത മുറ്റി നിൽക്കുന്ന വില്ലൻ തന്നെയാണ്. പിന്നീട് അത്തരം കഥാപാത്രങ്ങളിൽ നിന്നും അദ്ദേഹം അകന്നു നിന്നിട്ടുണ്ടെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടി അദ്ദേഹം ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അത് വൻ വിജയമായി മാറിയിട്ടുമുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയനിലെ ഭാസ്കര പട്ടേലരും, രഞ്ജിത്തിന്റെ പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ആജിയും, രാഹുൽ സദാശിവന്റെ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് സിനിമകളാണ് എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മമ്മൂട്ടി വില്ലൻ കഥാപാത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്ക് നായക കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ആഴവും തലങ്ങളുമെല്ലാം കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഇത് സംഭവിക്കുന്നത്. മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ അഭിനയ സാധ്യതകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ വലിയ ഇടവേളകൾക്ക് ശേഷമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം പതിവ് നായക നന്മമര കഥാപാത്രങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, അദ്ദേഹത്തെ പോലെ തന്നെ മോഹൻലാലും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അഭിനയ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയ ഒരു വില്ലൻ കഥാപാത്രത്തിനെ അഭിനയിക്കാൻ ഈ രണ്ടു പേർക്കും പലപ്പോഴും മടിയാണ്. എന്നാൽ നമ്മുടെ പുതുതലമുറ നായകന്മാരിൽ ഫഹദ് ഫാസിലും പൃഥ്വിരാജുമെല്ലാം ഇത്തരത്തിലുള്ള ഫുൾ ഫ്ലഡ്ജ്ഡ് ആയ വില്ലന്മാരെ അഭിനയിക്കുന്നതിൽ മടി കാണിക്കാറില്ല. ഹോളിവുഡിലെല്ലാം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് ഒരു ഏഡഡ് വാല്യൂ ആണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ ഇത്തരം കഥാപാത്രങ്ങളുടെ താരങ്ങൾ തങ്ങളുടെ ഇമേജ് തകർക്കുന്നത് അവിടെ ആരാധകർക്കിടയിൽ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ യാതൊരു നന്മയുമില്ലാത്ത പൂർണ്ണമായ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട്. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന സിനിമയിലെ ജാവിർ ബർദത്തിന്റെ ക്രൂരനായ കൊലപാതകയും, കേപ്പ് ഫിയർ എന്ന സിനിമയിൽ റോബർട്ട് ഡി നീറോ അവതരിപ്പിച്ച സൈക്കോ വില്ലനുമെല്ലാം അതിനുദാഹരണങ്ങളാണ്. എന്നാൽ നമ്മുടെ മമ്മൂട്ടിയിലേക്കും മോഹൻലാലിലേക്കും എത്തുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അവർ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്.
അതിനൊരു പ്രധാന കാരണമെന്നത് അവരുടെ സ്റ്റാർഡവും അവരുടെ ശക്തമായ ഫാൻ ബേസുമാണ്. രണ്ടുപേരെയും അന്ധമായി ആരാധിക്കുന്ന ഒരു ആരാധക കൂട്ടം തന്നെയുണ്ട് നമ്മുടെ മലയാളത്തിൽ. ഒരു പരിധിവരെ ശത്രുതാപരമായ മനോഭാവത്തോടു കൂടി ഈ രണ്ട് നടന്മാരുടെയും ഫാൻ ബേസുകൾ തമ്മിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ഫാൻ ഫൈറ്റുകൾ നിത്യസംഭവങ്ങളുമാണ്. അങ്ങനെ അന്ധമായി ആരാധിക്കുന്ന തങ്ങളുടെ താരം പെട്ടെന്ന് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറുന്നത് അവരിലൊരു മെന്റൽ കോൺഫ്ലിക്റ്റ് തന്നെ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ പരാജയപ്പെടുന്ന ക്രൂരനായ ഒരു വില്ലനായി തങ്ങളുടെ താരത്തെ കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇവരുടെ മാറ്റങ്ങൾ ആരാധകർ ഒരു കൗതുകത്തിന്റെ പേരിൽ അംഗീകരിക്കുമെങ്കിലും അത് തുടർച്ചയായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് വീണ്ടും മമ്മൂട്ടിയുടെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയ വില്ലൻ കഥാപാത്രം കടന്നു വരുന്നത്. കളങ്കവാൽ എന്ന സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രം അതാണ് സൂചിപ്പിക്കുന്നത്. റോബർട്ട് ഡി നീറോയുടെ കേപ്പ് ഫിയറിലെ കഥാപാത്രത്തെ പോലെ അതൊരു പൂർണ്ണമായും വില്ലൻ കഥാപാത്രമാണെങ്കിൽ മമ്മൂട്ടി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന്റെ പേരിൽ അതിനെ ഗ്ലാമറൈസ് ചെയ്യുന്നില്ലെങ്കിൽ ആ കഥാപാത്രം മമ്മൂട്ടിയുടെ അഭിനയത്തിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുകയും എന്നാൽ ആ കഥാപാത്രത്തെ പ്രേക്ഷകർ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് മലയാളത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാവുമെന്നാണ് സിനിമാ കമ്പം പ്രതീക്ഷിക്കുന്നത്. കാരണം അന്ധമായ താരാരാധനയ്ക്ക് അപ്പുറം താരങ്ങളുടെ അഭിനയ സാധ്യതകളെ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആരാധക കൂട്ടമായി അവർ മാറുമ്പോൾ അത് താരങ്ങൾക്ക് നല്ല സിനിമകളുടെ മാത്രമല്ല നിങ്ങളുടെ ഇത്രയും കാലത്തെ അഭിനയ പരിചയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള അവസരമായി മാറുകയും ചെയ്യും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.